യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു റോസാപ്പൂ കൊണ്ടുള്ള ഹൽവ തയ്യാറാക്കുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റോസാപ്പൂ കൊണ്ടുള്ള ഒരു ഹൽവയാണ്. ആ വീഡിയോയിലേക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും റോസാപ്പൂ കൊണ്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ? നമുക്കത് തയ്യാറാക്കാൻ പോയാലോ? അതിന് വേണ്ടത് ഒരു ചെറിയൊരു മിക്സിയുടെ ജാറ് നമുക്കെടുക്കാം. അതിലേക്കൊരു 7-8 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതലാണ് വേണമെങ്കിൽ മധുരം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 8 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് പൊടിച്ച് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റോസാപ്പൂവിൻ്റെ ഇതളുകളാണ് മെയിനായിട്ടുള്ളത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 8 റോസാപ്പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക എടുത്ത് എല്ലാം ചേർത്ത് പൊടിച്ച് ഈ ഒരു പരുവത്തിലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് വേണ്ടത്. 3 സ്പൂണോളം കോൺഫ്ലവർ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. 1 പാലാണ് മെയിനായിട്ട് വേണ്ടത്. അത് 1 കപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ അരച്ചു കൊണ്ടുവരാം. അരച്ച് ഈ ഒരു പരുവത്തിലായിട്ട് വരും. ഇതേപോലെ ആയിരിക്കണം ഇരിക്കേണ്ടത്. നമ്മുടെ താഴോട്ട് വീഴുമ്പോൾ ഒരു വെള്ളത്തിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം വേണ്ടത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ചീനിച്ചട്ടി ആണെങ്കിൽ ചീനിച്ചട്ടി, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അതിൻ്റെ വെള്ളമെല്ലാം പറ്റിക്കണം. പിന്നെ നമുക്കൊരു ചെറിയൊരു അരിപ്പ എടുക്കണം. ചെറിയ അരിപ്പ എന്ന് പറയുന്നത് കുഴികളുള്ള കുറവായിരിക്കണം. അങ്ങനെയുള്ള അരിപ്പയാണ് എടുക്കേണ്ടത്. അതിൽ നിന്ന് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് നമ്മുടെ അരിപ്പയിലേക്ക് വരുന്നതായിരിക്കും. ബാക്കിയിരിക്കുന്ന ആ അലുവയുടെ ബാറ്ററും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു വേസ്റ്റ്. നമുക്ക് പിന്നെ നമ്മുടെ അലുവ ഇളക്കി കൊടുക്കാം. ഒരു കാരണവശാലും കൈ എടുക്കാൻ പാടില്ല. അലുവ ആണെങ്കിൽ കട്ട കട്ടിപ്പോവും. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ നെയ്യേ എടുത്തിട്ടുള്ളൂ. ഹൽവ എന്ന് പറയുമ്പോൾ ഓയിൽ കൂടുതലായിട്ട് തെളിഞ്ഞ് കാണണം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അത്ര ദോഷമായിരിക്കും. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം. ഉടച്ചു കൊടുത്തില്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും പെട്ടെന്ന് തന്നെ. അങ്ങനെ നല്ലോണം നമുക്കിത് ഇളക്കിയെടുക്കാം. അങ്ങനെ അതിനകത്തുള്ള വെള്ളമെല്ലാം പറ്റിയതാ ഇതേ രീതിയിലായിട്ട് നമുക്ക് വരുന്ന സമയത്ത് നമ്മളൊരു കാരണവശാലും കൈ വിടുകയോ ചെയ്യല്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അടിക്ക്. പിന്നെയും നമുക്കത് ഇളക്കി നമ്മുടെ ആ ഒരു ഹൽവ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറായി കഴിഞ്ഞു. എനിക്കിവിടെ എടുത്തത് വെറും 15 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അടിയിൽ കുറച്ച് റോസാപ്പൂവൊക്കെ ഇട്ട് നെയ്യൊക്കെ തടകിയിട്ടാണ് ഞാൻ റോസാപ്പൂവൊക്കെ ഇട്ടത്. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹൽവ. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് സർവ് ചെയ്യാം. പുറത്ത് നമുക്കൊരു 10 മിനിറ്റോളം വെക്കണം. അന്നേരത്തേക്ക് സെറ്റായി കഴിയും. സെറ്റായി കഴിഞ്ഞാൽ ഹൽവ നമ്മുടെ ട്രേയിലേക്ക് നിന്ന് നമ്മുടെ പാത്രത്തിലേക്ക് സർവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. വളരെ ഈസിയാണ്. വെറും 15 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.